ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഉടായിപ്പൊന്നുമില്ല, കാര്യമായിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ വാർഡ്രോബിൽ കുറേ കാലമായിട്ടൊരു ഡ്രസ്സ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. റിവ്യൂ മാത്രമല്ല, അത് നമ്മൾ സെയിൽ ചെയ്യാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രീ യൂസ് ഡ്രസ്സാണ്, നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിയിരിക്കുന്നത് ഗ്രാൻഡ് തേജസ് എന്നാണ്, തലശ്ശേരി ഷോറൂം എന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ വെഡ്ഡിങ്ങിൻ്റെ തലേ ദിവസത്തെ പരിപാടിയിലെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയത് എവിടെ വെക്കുമെന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴാണ് സ്റ്റൂള് കണ്ടത്. സ്റ്റൂളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ സേഫായിട്ടും വൃത്തിയായിട്ടും നമ്മൾ കവർ ചെയ്ത് വെച്ചതാട്ടോ. വേറെ ഒരു പാച്ചസോ അല്ലെങ്കിൽ ഒരു വൃത്തികേടോ ഒന്നും ആ ഡ്രസ്സിലില്ല. ക്ലീൻ ആൻഡ് എന്താ പറയുക, സെക്യൂറാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡ്രസ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് പാക്കഡാണ്. ഒരു കവറിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ വേറൊരു പാക്കറ്റിൻ്റെ ഉള്ളിലുമായിട്ട് സേഫായിട്ട് നമ്മൾ അലമാരയിൽ വെച്ച് പൂട്ടി വെച്ചതാണ്. അപ്പോൾ ഒന്നും അങ്ങനെ കീറിപ്പറിയോ അല്ലെങ്കിൽ പൂപ്പൽ കെട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, സേഫായിട്ട് നമ്മൾ വെച്ചതാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ കളറ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പം നെറ്റിൻ്റെ തന്നെ ഡ്രസ്സാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കളറ് വരുന്നത് ക്യാമറ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ കളറ്. അപ്പോൾ അതിൻ്റെ പാക്കറ്റാണ് പ്ലാസ്റ്റിക് പാക്കറ്റാണ്, സിപ്പ് ബോർഡുള്ള പാക്കറ്റാണ്, ഹുക്കൊന്നുമില്ല കേട്ടോ, സിപ്പ് ബോർഡുള്ള പാക്കറ്റാണ്. അപ്പോൾ അത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലൗസും ഷോളും എല്ലാമാണത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്കേർട്ടാണ്. സ്കേർട്ടിൽ ഇത് ഫസ്റ്റ് ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മളെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ അര ഭാഗത്തായിട്ട് നമ്മൾ നല്ലൊരു വർക്ക് വരുന്നുണ്ട്. ഒരു റോസ് ഗോൾഡ് ആണ് അതിൻ്റെ വർക്കിൻ്റെ കളർ വരുന്നത്. അതിൽ ഫുൾ വർക്ക് വരുന്നത് റോസ് ഗോൾഡിൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ. ഈ ചെറിയ ബീഡ്സ് വർക്ക് കൊണ്ട് അതിൻ്റെ കൂടുതൽ റോസ് ഗോൾഡിൻ്റെ നൂല് കൊണ്ട് വർക്കാണ്. പിന്നെ അതിന് ഫസ്റ്റ് ലെയർ നെറ്റാണ്, സെക്കൻഡ് ലെയർ ലൈനിങ് പോലത്തെയാണ്, തേർഡ് ലെയർ വരുന്നത് അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ നെറ്റിൻ്റെ സ്കേർട്ട് കുറച്ച് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്കേർട്ടാണ്. പിന്നെ അതിൻ്റെ അടിയിലും വരുന്നത് ഒരു പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കേർട്ട് തന്നെയാണ് കേട്ടോ. സ്കേർട്ട് എന്ന് വെച്ചാൽ കുറച്ച് ഇത് പൊന്തി നിൽക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നല്ല നെറ്റ് തന്നെയാണ് കേട്ടോ. നെറ്റിൽ എവിടെയും ഒരു പാച്ചസ് ഒന്നും വന്നിട്ടില്ല. എന്താ പറയുക, സേഫാണ്. എല്ലാം നമ്മൾ നല്ല വൃത്തിയിൽ കൊണ്ടുവെക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ചെറിയൊരു പോർഷനിൽ സിബ് ഉണ്ട്. സിബ് ഓപ്പൺ ആയിട്ട് നമുക്ക് ടൈറ്റാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ടൈറ്റാക്കാനും ലൂസാക്കാനും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ട് എന്താ പറയുക, കെട്ടുവാണ് കേട്ടോ ചെയ്യുക. നമ്മൾ ഹുക്കൊന്നല്ല, കെട്ടി വെക്കുകയാണ്. പിന്നെ അതിന് രണ്ടിനും നല്ലൊരു ചെണ്ടൊക്കെ ഉണ്ട്, നല്ല ഗോൾഡ് കളർ വരുന്ന ചെണ്ടാണ് ഉള്ളത്. അപ്പം ഞാനത് ചെണ്ട കൊണ്ട് കുറച്ച് ഷോ കളിച്ച് നോക്കിയതാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് സ്റ്റിച്ചൊന്നും വരുന്നില്ല, പ്ലെയിനായിട്ട് തന്നെയാണ് വരുന്നത്. വേറെ സ്റ്റിച്ചിങ് വർക്കൊന്നും അടിഭാഗത്ത് വരുന്നില്ല. അപ്പോൾ ഞാൻ നെറ്റിൽ ഇങ്ങനെ നോക്കുന്നതാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പാച്ചസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഒന്നുമില്ല. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഒറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെക്കൻഡായിട്ട് അതിൻ്റെ ബ്ലൗസിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ബ്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബ്ലൗസാണ്. ഞാൻ ബ്ലൗസ് ഒന്നും കൂടി സ്റ്റിച്ചാക്കിയൊക്കെയാണ് ചെയ്തത് കേട്ടോ. അതിൻ്റെ ഹാൻഡ് വർക്കെല്ലാം കൊടുത്തിട്ട് ഒന്നും കൂടി സ്റ്റിച്ചാക്കുകയാണ് ചെയ്തത്. ഹാൻഡിൽ സ്ലീവ്ലെസ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ആ ഹാൻഡ് അവിടെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഒരു 2-3 സെൻറ്റിമീറ്റർ കണക്കായിട്ട് വലിയൊരു റിബൺ ഡോൾ റോസ് ഗോൾഡിൻ്റെ വർക്കാണുള്ളത്. നെക്ക് വരുന്നത്, ഈ നെക്കിന് എന്താ പറയുക, വി നെക്കല്ല, വേറെ എന്തോ നെക്ക് എന്ന് പറയുക, സ്ക്വയർ നെക്ക് എന്നാണ് തോന്നുന്നു പറയുക. ആ നെക്ക് ബാക്കിൽ റൗണ്ട് നെക്കാണ്. പിന്നെ അതിന് നല്ല 2 ചെണ്ടുണ്ട്. ചെണ്ടൊന്നും ഒരു കേടുപാടും പറ്റിയിട്ടില്ല. 2 ചെണ്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നീളത്തിൽ തന്നെ കെട്ടിവെക്കാൻ പറ്റുന്ന ചെണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ പാഡാണ് വരുന്നത്, നോർമൽ പാഡാണ്, അത്ര ഹെവി പാഡൊന്നുമല്ല. വന്നിട്ടുള്ള പാഡ് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അത് അങ്ങനെ നീങ്ങിപ്പോകുന്നില്ല, സെയിം പൊസിഷനിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ അതിനും അഡ്ജസ്റ്റബിളായിട്ട് ഒരു സിബ് ഉണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ വൺ സൈഡ് മാത്രമേ ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് സൈഡ് സിബാണ്. അത് വെച്ചിട്ടാണ് നമുക്ക് ഡ്രസ്സ് ഇടുമ്പം തന്നെ ആ സിബ് അഴിച്ചിട്ട് ഇടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ സിബ് താത്തി കഴിഞ്ഞാൽ ക്ലോസ് ആവും. നല്ല ഷേപ്പ് വെയർ ആയിട്ട് തന്നെയാണുള്ളത്. പിന്നെ അതിൻ്റെ തേർഡ് പോർഷൻ ഷോളാണ്. ഷോളിൽ നല്ല റോസ് ഗോൾഡിൻ്റെ റിബണിൻ്റെ വർക്കുണ്ട്, 2-3 സെൻറ്റിമീറ്റർ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിന് 4 പോർഷനിലും റിബൺ വർക്കാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പോർഷനിലും നമ്മളെ ചെണ്ടിൻ്റെ വർക്കുണ്ട്. ചെണ്ടിൻ്റെ കളർ വരുന്നത് ഗോൾഡാണ്. സ്കേർട്ടിനും ബ്ലൗസിനുള്ള പോലെ തന്നെയുള്ള ചെണ്ട് തന്നെയാണ്, അതേ സെയിം വർക്ക് മോഡൽ തന്നെയാണ് ചെണ്ട് വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളിൽ ഫുള്ളായിട്ട് റോസ് ഗോൾഡിൻ്റെ വർക്കാണ് വരുന്നത്. ഒരു നൂല് കൊണ്ടുള്ള പോലത്തെ അതിൻ്റെ ഉള്ളിൽ ചെറിയ ബീഡ്സ് വർക്കാണ് വരുന്നത്. അപ്പോൾ ഷോള് നമുക്ക് 2-3 മോഡൽ ഞാൻ കാണിച്ചു തരാം. ആ മോഡലൊക്കെ ഷോള് സൈസബിളാണ്, നമുക്ക് ലെങ്ത്ത് ഒപ്പിക്കാൻ പറ്റും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന 2 മോഡൽ ഞാൻ കാണിച്ചു തരാം. വെഡ്ഡിങ്ങിന് ഏത് മോഡലാണെന്ന് എനിക്ക് നോക്കി പറഞ്ഞിരുന്നു വരും, ഇതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലെങ്ത്തും ഉണ്ട്, അത്രയും അധികം ലെങ്ത്ത് ഉണ്ട്. അപ്പം നമുക്ക് ലെങ്ത്ത് എത്തില്ല എന്നൊരു പേടി വേണ്ട, ലെങ്ത്തിൽ അത്യാവശ്യത്തിന് അധികം ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഗ്രാൻഡ് തേജസ് എന്നാണ് വാങ്ങിയിട്ടുള്ളത്, തലശ്ശേരി ഷോറൂമിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അന്നേരത്തെ റേറ്റ് വരുന്നത് 10,000 രൂപയാണ്. ഞാൻ വാങ്ങുമ്പോൾ 10,000 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ്. പ്രത്യേകിച്ച് ഈ ഡ്രസ്സിന് ഒരു കേടുപാടും പറ്റിയിട്ടില്ല, ഒന്നും ചീത്തയായിട്ടോ അല്ലെങ്കിൽ ഒരു പൂപ്പുമാണോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല വൃത്തി തന്നെയാണ്, സേഫായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പ്രീ യൂസ്ഡ് ഡ്രസ്സാണ്, 1 ടൈം യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്, ഒറ്റ തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങുന്നവർക്ക് വാങ്ങാം, റെൻ്റലായിട്ട് വേണ്ടിക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ. റേറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റേറ്റ് പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ സേഫായിട്ട് നമ്മൾ അലമാര തന്നെ വെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.